പാലക്കാട് മലമ്പുഴയിലെ PT5 കാട്ടാന വീണ്ടും അവശ്യനിലയിലായി എന്ന വാർത്ത വരുന്നു. ശരീരമാസകലം പരിക്കേറ്റ ആന ഇപ്പോൾ മലമ്പുഴയിലെ ജനവാസ മേഖലയിലേക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടാനയെ നേരത്തെ മയക്കുവെടി വെച്ച് പിടികൂടി വനംവകുപ്പ് ചികിത്സ കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രശ്നമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വിഷമിച്ചാണ് ആന നിൽക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത് ആനയെ കണ്ടോ? തീർച്ചയായും എസ്കെൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ആനയെ നേരിൽ കണ്ടിരുന്നു. ആനയ്ക്ക് കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട്. കണ്ണിനായിരുന്നു ആദ്യഘട്ടത്തിൽ പരിക്കുണ്ടായിരുന്നു. അതിന് ചികിത്സ നൽകിയായിരുന്നു റേഡിയോ കോളറൊക്കെ ധരിപ്പിച്ച് കാട്ടാനയെ വീണ്ടും കാടിന് പരിസരത്തേക്ക് തന്നെ തുറന്നു വിട്ടത്. എന്തായാലും അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ദൗത്യം ഒരു വിജയമായിരുന്നില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിലുള്ള വിലയിരുത്തൽ. എന്തായാലും ഈ കാട്ടാനയെ ആക്രമിച്ചിട്ടുണ്ട്. PT5 ആക്രമിച്ചിട്ടുണ്ട്. ശരീരമാസകലം അതിന് മുറിവുകളുണ്ട്. വ്രണം പോലുള്ള മുറിവുകളാണുള്ളത്. ഇതിന് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഈ കാട്ടാന മരങ്ങളിൽ നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറാമാൻ രാജീവ് സുദേവ് പകർത്തിയിട്ടുള്ളത്. വനംവകുപ്പ് നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തുടർ ചികിത്സ എങ്ങനെയെന്നതിനെ കുറിച്ച് വനംവകുപ്പിന് യാതൊരു നിശ്ചയവും ഈ ഘട്ടത്തിലില്ല. പക്ഷേ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ആനപ്രേമികൾ അടക്കം പറയുന്നത് അടിയന്തരമായി ഇതിന് ചികിത്സ നൽകണം. അത് പിടികൂടി ആന പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം ഉയർത്തുന്നത്. കാരണം PT5 നാട്ടുകാരോടൊന്നും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാട്ടാനയല്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ഈ അവസ്ഥയിൽ വലിയ വിഷമമുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.